ഞാൻ നിജി. അസ്സലാമലൈക്കും. നമ്മുടെ ഓർക്കിഡ് ചെടി ഒരിക്കലും ചകിരി വെച്ച് റിപ്പോർട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സെയിൽ പ്ലാന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് വരുമ്പോൾ നമുക്ക് ചകിരിയുടെ തൊണ്ട് വെച്ചിട്ടാണ് വരിക. അതൊരു 6 മാസമാണ് അതിൻ്റെ ഒരു ലൈഫ് ഉണ്ടാവുക. അങ്ങനത്തെ കുറച്ച് പ്ലാന്റുകളാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള നമ്മുടെ ഓർക്കിഡ് സുന്ദരികളൊക്കെ നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ചകിരി വെച്ച് റീപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മാക്സിമം ചകിരിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 6 മാസമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ തന്നെ ഇതേപോലെ ആവും. ചകിരിയൊക്കെ നന്നായിട്ട് ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ചകിരി പൊടിയാവും. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഹെൽത്തി റൂട്ടും നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറൊക്കെ കൊടുത്ത് ചെടിയൊക്കെ നല്ല ഗ്രോത്ത് ആയിട്ടുണ്ടാവും. പക്ഷേ ആ ചകിരി നശിച്ചിനോടത്തോളം കൂടെ അതിലൂടെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന നമ്മുടെ റൂട്ടുകളൊക്കെ ഇതുപോലെ ഡെഡായി നമ്മളെ ചെടി നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റില്ല, ഒരു ഗ്രോത്തും ഇല്ലാതെ അങ്ങനെ നിൽക്കും. 2-3 വർഷമായി ചെടി പൂക്കണില്ല എന്നൊക്കെ നമ്മളൊരു കംപ്ലൈൻറ്റും പറയും. പിന്നെ ചകിരി വെച്ച് പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൂപ്പലും പായലൊക്കെ വരും കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓർക്കിഡ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അധികം ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ കോൺടാക്റ്റ് നമ്പർ. പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ പിക്കും ഡീറ്റെയിൽസൊക്കെ ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റുകളൊക്കെ കണ്ടോ, ഇതുപോലെ ഹെൽത്തി അല്ലാതെ നിൽക്കും. നമ്മളിപ്പോൾ ചകിരി വെച്ച് പ്ലാന്റിൽ ഞാൻ അധികം നമ്മളെ വിളിച്ച് സബ്സ്ക്രൈബറോടൊക്കെ പറയാറുണ്ട്, നമ്മൾ പോട്ട് ചെയ്തിട്ടുള്ളത് ചാർക്കോൾ വെച്ച് മാത്രമാണ് എന്നുള്ളത്. അപ്പോൾ ചാർക്കോൾ വെച്ച് പോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2-3 വർഷം നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആ ഒരു പോട്ടിൽ സേഫായിട്ടിരിക്കും. പെട്ടെന്നൊന്നും റിപ്പോർട്ട് ചെയ്യേണ്ട, നന്നായിട്ട് റൂട്ടുകൾ വരും. അതുപോലെ തന്നെ നല്ല ഗ്രോത്തും കാണിക്കൂട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ചകിരി വെച്ച് പോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേര് പിടുത്തം കിട്ടും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 6 മാസമേ അതിൻ്റെ ലൈഫ് ഉണ്ടാവുള്ളൂ. ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ നമ്മളെ ചെടി ഈ ചകിരി നശിച്ചിടത്തോളം കൂടി ഈ ചെടി ദ്രവിച്ച് തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ ചകിരി വെച്ച് പോട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ റീപോർട്ട് ചെയ്ത് നമ്മളത് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഇതേപോലെ റീപോർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റുകളൊക്കെ കണ്ടോ, അതൊക്കെ നന്നായിട്ട് ചാർക്കോൾ വെച്ച് മാത്രം നമ്മൾ പോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് ഓൾഡ് കുറേ പ്ലാന്റുകളുണ്ട്, അതൊക്കെ ഇതുപോലെ ഡെഡായി തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് റീപോർട്ട് ചെയ്തെടുക്കാനും ഫസ്റ്റ് നമ്മൾ സാഫാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു വലിയ ബൗളിൽ തന്നെ നമ്മൾ സാഫ് കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പ്ലാന്റുകളാണ്. ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു പ്ലാന്റിൽ കുറച്ച് ഡാമേജ് പ്ലാന്റുകളിലൊക്കെ നമ്മൾ മാറ്റി വെക്കും. അങ്ങനത്തെ പ്ലാന്റുകളാണ് നമ്മളിന്ന് റിപ്പോർട്ട് ചെയ്യാനെടുക്കുന്നത്. ഓരോ പ്ലാന്റും ഞാൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ, പ്ലാന്റൊക്കെ നല്ല ഹെൽത്തിയാണ്. പക്ഷേ നമുക്കിതിലൊന്നും പൂക്കളോ കുഞ്ഞൊന്നും വരില്ല. ഇതൊക്കെ ഇങ്ങനെ പൂപ്പലും പായലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേ നമുക്കതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ചകിരികളൊക്കെ പൊടിയായിട്ട് ചാടൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ പായലൊക്കെ പിടിച്ച് അതങ്ങനെയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ആ ഒരു മീഡിയം ചകിരിയൊക്കെ ഒഴിവാക്കി ഇതേപോലെ സാഫ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ചധികം പ്ലാന്റുകൾ തന്നെ ഇപ്പോൾ നമ്മളെടുത്ത് ഇതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് റീപ്പോർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് സെയിൽ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചകിരിയുടെ തൊണ്ടിലാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ എടുക്കുന്നത്. ഒരു 6 മാസം ഈ ഒരു പ്ലാന്റ് ഈ ഒരു ചകിരിയുടെ തൊണ്ടിൽ സേഫായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിലേക്കുള്ള ആവശ്യമുള്ളവരാണ് ഞാൻ ചകിരി വെച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കിത് സെയിൽ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ പുതിയ ചകിരി കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ പൊതിഞ്ഞ് നമ്മൾ ഈ ഒരു 3-5 പോട്ടിൽ തന്നെ നമ്മളിത് ഇങ്ങോട്ട് ഇതാക്കി കൊടുക്കുക ചെയ്യും. നമുക്ക് ഈ ഒരു പോട്ടിൽ നമുക്ക് പോട്ട് ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് സെയിൽ ചെയ്യാൻ എളുപ്പമുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചകിരി വെച്ചിട്ട് തന്നെ നമ്മൾ പുതിയ ചകിരി വെച്ചിട്ടാണ് ഇതൊക്കെ റീപ്പോർട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടോ, നല്ല ഗ്രീൻ റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളതിങ്ങോട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലും ഇതൊക്കെ വെള്ള കളറുണ്ട്, ഫംഗസിൻ്റെ കളറ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ചകിരിയുടെ നാരൊക്കെ നമുക്കിങ്ങനെ ഡെഡായി പോകുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ഇതേപോലെ സാഫിലൊക്കെ ഒന്ന് മുക്കി ഇതേപോലെ ചകിരി നാര് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് ഇതുപോലെ ഇതാക്കി കൊടുത്തിട്ടോ. ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇതിൻ്റെ മുകൾ ഭാഗത്തും നന്നായിട്ട് ഫംഗസും പിന്നെ പൂപ്പലും പായലും ഒക്കെ വന്നിട്ടുണ്ട്. അതിങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റും.
അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റൊക്കെ നിങ്ങളും നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് വരുമ്പോൾ ഈ ഒരു 3-5 പോട്ട് തന്നെ ആയിരിക്കും. നമ്മൾ അങ്ങനെ തന്നെ റീപോർട്ട് ചെയ്യരുത്. ഇങ്ങനത്തെ പഴയ പ്ലാന്റുകളൊക്കെ നമ്മൾ ഇതുപോലെ റീപോർട്ട് ചെയ്ത് വെക്കണം. എപ്പോഴും നമ്മൾ പുതുതായിട്ട് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പ്ലാന്റുകളൊക്കെ 2-3 വർഷമായി പൂക്കളില്ല എന്നുള്ള കംപ്ലൈൻ്റ് ഒക്കെ പറയാറുണ്ട്. അതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ്. ഒരു ചകിരിയുടെ ലൈഫ് മാക്സിമം 6 മാസമാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ റീപോർട്ട് ചെയ്തെടുക്കണം കേട്ടോ. ചകിരി കണ്ട പൊടിയായി തന്നെ ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിലെങ്ങനെ നമ്മൾ കൊടുക്കണ വെള്ളമാണെന്നുണ്ടെങ്കിലും ഫെർട്ടിലൈസർ ആണെങ്കിലും ഇതൊക്കെ ചെടിക്ക് പിടിച്ചെടുക്കാനുള്ള ഒരു മീഡിയം നമ്മൾ സെറ്റാക്കി കൊടുക്കണം എപ്പോഴും. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചാർക്കോളൊക്കെ വെച്ച് ചെടിയുടെ മുകൾ ഭാഗം ടോപ്പിൽ വരണൊക്കെ രീതിയിൽ പോട്ട് ചെയ്തെടുത്ത് ചെടി നല്ലൊരു മീഡിയൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു മീഡിയം സൈസ് കിക്കീസ് ആണെന്നുണ്ടെങ്കിലും ഒരു 6 മാസം നമ്മൾ അതിനനുസരിച്ചുള്ള വെള്ളവും ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഫ്ലവറിങ് സ്റ്റേജ് ആയി കിട്ടും കേട്ടോ. പിന്നെ എപ്പോഴും നമുക്ക് മീഡിയം ഒരു ടൈറ്റുള്ള പോട്ടിങ് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ തന്നെ ചെടികൾ പെട്ടെന്ന് തന്നെ നമുക്ക് പിടുത്തം കിട്ടും. പിന്നെ ഒരേ ഏരിയയിൽ തന്നെ പ്ലാന്റുകൾ വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റി കൊടുക്കണ്ട. ഒരു 6 മാസം ഒരു ഏരിയയിൽ തന്നെ ഇരുന്നാലേ ചെടികൾ നമുക്കൊന്ന് ഫ്ലവറിങ് സ്റ്റേജ് എത്തുള്ളൂ. ഈ ഒരു ഏരിയയിൽ വെച്ച് നമുക്കിവിടെ വേണ്ട, നമുക്കിവിടെ നിന്ന് മാറ്റി അപ്പുറത്തേക്ക് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്കത്ര ഉഷാർ തോന്നൂല. അപ്പോൾ നമ്മൾ വേറെ ഏരിയയിലേക്ക് മാറ്റി നോക്കുമ്പോൾ ചെടിയുടെ ഈ ഒരു ഏരിയയിൽ ഇരുന്ന് നമ്മൾ ചെടി സെറ്റായതായിരിക്കും. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ പുതിയൊരു ക്ലൈമറ്റും പുതിയൊരു ഏരിയയൊക്കെ ആകുമ്പോൾ അവിടെ നമുക്കൊരു 6 മാസം വേണ്ടി വരും. അപ്പോൾ എപ്പോഴും ചെടി ഒരേ ഏരിയയിൽ ഒരു 6 മാസം മാക്സിമം വെക്കാൻ നോക്കട്ടോ. അപ്പോൾ നമ്മളെ പ്ലാന്റുകൾ പോട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ രണ്ടാമത് എടുക്കുന്നത്. അപ്പോൾ അതിന് തന്നെ കുഞ്ഞു റൂട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ചെടികളൊക്കെ നല്ല ഹെൽത്തിയായി പുതിയ റൂട്ടുകളൊക്കെ എല്ലാ പ്ലാന്റിലും വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ കുഞ്ഞു ബേബി കിക്കീസുകൾ വന്ന് തുടങ്ങി. ചകിരിയിൽ വെച്ചാൽ പെട്ടെന്ന് റൂട്ട് പിടിക്കും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈമില്ലാത്തവരും ബിസി ആയവരൊക്കെ നമ്മൾ 6 മാസം കൂടുമ്പോൾ നമ്മളിങ്ങനെ റീപോർട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ചെടിയിൽ വന്നിട്ടുള്ള നല്ല ഗ്രീൻ റൂട്ടും ഇതുപോലെ നല്ല ചെടികളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് ഡെഡായി പോകാനുള്ളൊരു ചാൻസ് കൊണ്ടാണ് ഒരിക്കലും ചകിരി വെച്ച് റീപോർട്ട് ചെയ്യേണ്ട. നമ്മൾ ചാർക്കോളൊക്കെ വെച്ച് റീപോർട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2-3 വർഷം ആ ഒരു പോട്ടിൽ ഈ ഒരു പോട്ടിങ് മീഡിയം ചെടിയൊക്കെ നല്ല സേഫായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും വരാം. നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് അന്വേഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്.